US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സെപ്റ്റംബറിൽ പാകിസ്ഥാൻ സന്ദർശിക്കാൻ പദ്ധതിയിടുന്നു എന്നൊരു റിപ്പോർട്ട് വന്നിരുന്നു. ആ റിപ്പോർട്ട് അടിസ്ഥാനരഹിതമാണെന്ന് വൈറ്റ് ഹൌസ്. പാകിസ്ഥാൻ ചാനലുകൾ സംപ്രേഷണം ചെയ്ത വാർത്തയാണ് അമേരിക്ക ഇപ്പോൾ നിഷേധിക്കുന്നത്. സന്ദർശനത്തെക്കുറിച്ച് തങ്ങൾക്ക് യാതൊരു അറിവുമില്ലെന്ന് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രിയുടെ ഓഫീസും വ്യക്തമാക്കി. അഭിലാഷ് രാധാകൃഷ്ണൻ വിവരങ്ങളുമായി. അഭിലാഷ്, അങ്ങനെയെങ്കിൽ പാകിസ്ഥാൻ സന്ദർശിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് എന്ന പദവി വരുമെന്നതടക്കം വലിയ വാർത്തയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇതാ വൈറ്റ് ഹൗസിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു സംഭവമേ ഇല്ലെന്ന് പറയുന്നു. ഒപ്പം പാകിസ്ഥാനിൽ നിന്നും അത്തരത്തിലാണ് വാർത്ത വരുന്നത്. പിന്നെ എവിടെ നിന്നാണ് ഈ വാർത്ത ഉണ്ടായത് എന്നതാണ് ആദ്യ സംശയം. എന്താണിപ്പോൾ വൈറ്റ് ഹൗസ് വിശദീകരിക്കുന്നത്? ശ്രീജ, ഇന്നലെ മുതൽ ഇത്തരത്തിൽ പാകിസ്ഥാൻ മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു വാർത്ത പ്രചരിച്ചിരുന്നു. അതായത് ഡൊണാൾഡ് ട്രംപ് പാകിസ്ഥാൻ സന്ദർശിക്കുന്നു. 2006 ശേഷം ജോർജ് വാഷിംഗ്ടൺ ബുഷ് പാകിസ്ഥാൻ സന്ദർശനത്തിന് ശേഷം മറ്റൊരു അമേരിക്കൻ പ്രസിഡന്റ് പാകിസ്ഥാൻ സന്ദർശിക്കുന്നു എന്നുള്ള തരത്തിൽ വലിയ രീതിയിലുള്ള വാർത്തകൾ പാകിസ്ഥാനിൽ പ്രചരിച്ചിരുന്നു. ഇത് പിന്നെ മറ്റു മാധ്യമങ്ങളും ഏറ്റുപിടിച്ചു. അതായത് പാകിസ്ഥാൻ മാധ്യമങ്ങൾ ഇത്തരത്തിൽ വാർത്ത പ്രചരിപ്പിക്കുന്നുണ്ട് എന്നുള്ള തരത്തിൽ വാർത്തകൾ വന്നിരുന്നു. പിന്നാലെ വൈറ്റ് ഹൗസിന്റെ ഒരു വാർത്ത വരുന്നു. അതായത് ഇത്തരത്തിൽ ഒരു തരത്തിലും ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. വൈറ്റ് ഹൗസ് ഇത്തരത്തിൽ പാകിസ്ഥാൻ സന്ദർശിക്കുന്നതിനൊരു തീരുമാനമെടുത്തിട്ടില്ല. എങ്ങനെയാണ് ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വന്നതെന്ന് തങ്ങൾക്കറിയില്ല. എന്തായാലും ഡൊണാൾഡ് ട്രംപിന് ഈ വരുന്ന സെപ്റ്റംബറിൽ പാകിസ്ഥാനിലേക്ക് പോകാനുള്ള ഒരു തീരുമാനവുമില്ല. അത്തരത്തിൽ ഒരു യാത്രകളും ചാർട്ട് ചെയ്തിട്ടില്ല. ഇതുവരെ ജൂൺ ജൂലൈ മാസത്തിൽ സ്കോട്ട്ലൻഡിലേക്ക് ഒരു യാത്ര ആണ് ഇതുവരെ ചാർട്ട് ചെയ്തിരിക്കുന്നത്. അതിനപ്പുറം സെപ്റ്റംബറിലേക്കുള്ള ഒരു യാത്രകളും ചാർട്ട് ചെയ്തിട്ടില്ല, പ്രത്യേകിച്ച് പാകിസ്ഥാനിലേക്ക്. ഇത് മാത്രമല്ല, പാകിസ്ഥാൻ മാധ്യമങ്ങൾ മറ്റൊരു കാര്യം പറയുന്നത്, ഇസ്ലാമാബാദിൽ സന്ദർശനത്തിന് ശേഷം ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയും സന്ദർശിക്കും, ഡൽഹി സന്ദർശിക്കുമെന്നും പാകിസ്ഥാൻ മാധ്യമങ്ങൾ വാർത്ത കൊടുത്തിരുന്നു. എന്ത് അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ വാർത്തകൾ വരുന്നത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. അതിന് ഈ വാർത്ത കൊടുത്ത പാകിസ്ഥാൻ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് അതിനൊരു വ്യക്തത വരേണ്ടത്. ആരാണ് ഇതിൻ്റെ സോഴ്സ്, എങ്ങനെയാണ് ഇവർക്ക് ഇത്തരത്തിലൊരു വാർത്ത കിട്ടിയത്, എന്ത് അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഡൊണാൾഡ് ട്രംപിനെ കുറിച്ചൊരു വാർത്ത കൊടുത്തത് എന്നുള്ളത് പാകിസ്ഥാൻ മാധ്യമങ്ങളാണ് വിശദീകരിക്കേണ്ടത്. എന്തായാലും ഇന്നലെ മുഴുവൻ നിറഞ്ഞു നിന്ന വാർത്ത ഇന്ന് വൈറ്റ് ഹൗസിന്റെ സ്റ്റേറ്റ്മെന്റോടുകൂടി തന്നെ വാർത്ത മുഴുവൻ പൊളിഞ്ഞു പോയിരിക്കുകയാണ്. ശ്രീജ, ശരി. അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.